സന്തോഷങ്ങൾ പങ്കുവെക്കുമ്പോഴല്ലേ ഇത് ഇരട്ടിയാകുക. അങ്ങനെ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു വൈകുന്നേരങ്ങളിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഞാനിവിടെ നല്ല സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചായ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. അപ്പം 2.5 ഗ്ലാസ് വെള്ളത്തിന് 1.5 ഗ്ലാസ് പാലെന്നുള്ള രീതിയിലാണ് കേട്ടോ ചായ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പം വലിയ കുറുകിയിരിക്കത്തില്ല, എന്നാൽ വലിയ വെള്ളം അല്ലാത്തൊരു രീതിയിൽ തന്നെ ചായ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചായ എടുക്കുന്നത്. അപ്പം ബാക്കി വന്ന പാല് നമ്മൾ ഒഴിക്കാറാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ആകുമ്പം തൈരും കിട്ടും. തൈര് കാച്ചി നമുക്ക് മോരും ആക്കാം, കറിയില്ലാത്തപ്പം ഒക്കെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ ചായയുടെ ദിവസങ്ങളിൽ മിക്കപ്പോഴും ഞാൻ ഇഞ്ചി ചതച്ചിടാറുണ്ട് കേട്ടോ. പച്ച ഇഞ്ചി ഒരു ശകലം എടുത്ത് ഇതുപോലെ ചതച്ചിടാറുണ്ട്. നല്ല ടേസ്റ്റാണ്. കൂടാതെ തന്നെ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. പാലെന്ന് പറയുന്നത് കഫമാണ്. ഇപ്പോൾ എല്ലായിടത്തും കഫവും ചുമയും പനിയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അല്പം ഇഞ്ചി ചതച്ചിടുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ് ചായ കുടിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഏലക്കയും വളരെ നല്ലതാണ്. 2-3 ദിവസം മുന്നേ കഫവും പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ അമ്മ കുറച്ച് ചുക്കുപൊടി ഇട്ട് ചായ ഇട്ട് തന്നായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ചുക്കുപൊടി ചായയേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഇഞ്ചി ചതച്ചിട്ട ചായയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുഖത്തൊരു മ്ലാനത ഭാവം കണ്ടോ. അത് എന്തിൻ്റെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായയോടൊപ്പം കടിയായിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ ചായ ഇടുന്ന കൂടെ തന്നെ ജെല്ലിക്കൂടെ നോക്കിയപ്പോൾ വട്ടയില ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വട്ടയില വെച്ച് ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഗോതമ്പ് പൊടിയൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഗോതമ്പ് പൊടി നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ചായയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തീ അല്പം കുറച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം ചായയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുമെന്ന് അമ്മ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അത് അനുസരിച്ച് നമ്മൾ അനുസരണയുള്ള കുട്ടിയായതുകൊണ്ട് അതനുസരിച്ച് നന്നായിട്ട് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വേവാൻ വേണ്ടി വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അല്പം പഞ്ചസാരയൊക്കെ ഇട്ട് ചായ ഊറ്റിയെടുക്കാം. അപ്പോൾ 2ആയിട്ടാണ് കേട്ടോ അവിടെ ചായ എടുക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അമ്മ മധുരമില്ലാതാണ് കുടിക്കുന്നത്. ഷുഗറിൻ്റെ കുറച്ചൊരു ആരംഭം ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പം ഷുഗറൊന്നും ഇല്ല. എങ്കിൽ പോലും അമ്മ ഭയങ്കര കെയറിങ് ആണ് കേട്ടോ. രാത്രി ഫുഡ് കഴിക്കുകയില്ല, ചോറൊന്നും കഴിക്കത്തില്ല. അപ്പം പേടിയാണ്, ഷുഗർ വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ്. അപ്പോൾ 2ആയിട്ടാണ് കേട്ടോ ചായ എടുക്കുന്നത്. പകുതി ചായ നമുക്ക് പഞ്ചസാര വേണം കേട്ടോ. പകുതി ചായ അമ്മയ്ക്കും, പകുതി ചായ അല്ല, 1 ഗ്ലാസ് ചായ അമ്മയ്ക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഊറ്റി ഇനി നമുക്ക് ഇലയട ഉണ്ടാക്കാം. ഇലയട ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാ അമ്മമാർക്കും അറിയാമല്ലോ, എല്ലാ വീട്ടമ്മമാർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. ഇലയട വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അല്പം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടി നമ്മുടെ റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയൊക്കെ എടുക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് അരിച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ല ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഗോതമ്പ് പൊടിയിലോട്ട് അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് എടുത്തിട്ട് നമ്മൾ ശകലം മാത്രം ഇട്ട് കൊടുത്തത്, ശകലം ഒരു പേരിന് വേണ്ടി മാത്രം, ഒരു ചെറിയൊരു ഉപ്പ് രസം മാത്രം മതിയാവും. ആ ഉപ്പും കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് കുഴയ്ക്കുക. അപ്പോൾ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ വേണ്ടി. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഉപ്പ് വെച്ചിങ്ങനെ പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഒരല്പം വെള്ളം, പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കുഴയ്ക്കുന്നത്. ഒരല്പം വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചപ്പാത്തിയുടെ പരുവമല്ല, എന്നാൽ ദോശയുടെ പരുവമല്ലാത്തൊരു രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴയ്ക്കാൻ വേണ്ടി കേട്ടോ. ആദ്യമേ കയറി മൊത്തത്തിൽ വെള്ളം എടുത്ത് നമ്മൾ കുഴച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. തന്നെ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കുഴച്ചിട്ട് കിട്ടാൻ വേണ്ടി. തന്നെ ഇതുപോലെ കിട്ടണം കണ്ടോ. ഇതുപോലെ നമുക്കൊരു പശ പോലുള്ള രൂപത്തിൽ വേണം കിട്ടാൻ വേണ്ടി കേട്ടോ. അപ്പോഴും നിങ്ങൾ ഗോതമ്പൊടി എടുക്കും പച്ചവെള്ളത്തിലും, അതുപോലെ തന്നെ അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിലും വേണം ഇത് കുഴയ്ക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ അല്പം തേങ്ങ തിരുമ്മിയിട്ടുണ്ട് കേട്ടോ. തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. അതിലോട്ട് അല്പം പഞ്ചസാരയാണ് കേട്ടോ എടുക്കുന്നത്. പഞ്ചസാര എടുക്കാം, അതുപോലെ തന്നെ നമുക്ക് ശർക്കര എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൽക്കണ്ടം, പനങ്കൽക്കണ്ടമൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. പഞ്ചസാരയും ഈ പറയുന്ന കണക്ക് കഫമൊക്കെ ഉണ്ടാക്കും. നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. എങ്കിൽ പോലും എനിക്ക് പഞ്ചസാരയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇവിടെ ഏട്ടന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ശർക്കര ഉണ്ടാക്കുന്നതാണ്. അമ്മയ്ക്കും അച്ഛനും ഒക്കെ രണ്ടും ഇഷ്ടമാണ് കേട്ടോ. അച്ഛനും ശർക്കരയാണ് ഇഷ്ടം. പിന്നെ മോൾക്ക് അവളങ്ങനെ കഴിക്കാറില്ലതൊന്നും, എങ്കിലും ഞാൻ കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വട്ടയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. വട്ടയിലേക്കകത്തോട്ട് അല്പം വെള്ളം തെളിച്ചിട്ട് നമ്മൾ വട്ടയില അതിന് മുന്നേ ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ മിക്ക വീടുകളും ഇത് പണ്ടത്തെ ഒരു പലഹാരമായിരുന്നു. മിക്ക വീടുകളും പണ്ടൊക്കെ എനിക്കിത് അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ എന്തോരം മാറിയേക്കുന്നു ഇല്ലേ. ഓരോ സമയത്തും നമുക്ക് ഓരോ മാറ്റങ്ങളാണ്. നമ്മൾ നന്നായിട്ട് മാറട്ടെ. ഞാൻ എൻ്റെ മാറ്റങ്ങൾ തന്നെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അയ്യോ എന്തൊരു മാറ്റം എനിക്കെന്ന് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അല്പം തേങ്ങ, പഞ്ചസാര മാത്രമേ ഞാൻ അതിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക അതിനകത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതുപോലെ തേങ്ങയും പഞ്ചസാരയും കൂടെയുള്ള മിക്സ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇലയൊന്ന് അടച്ചെടുക്കാം. ഇതുപോലെയുള്ള കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഒരു 15 മിനിറ്റത്തെ കാര്യമുള്ളൂ കേട്ടോ. എളുപ്പമാണ് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അടി കെട്ടിയുള്ള ഒരു പാത്രം, അതായത് ദോശക്കല്ലോ തവയോ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പാത്രം വെച്ചതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഇലയുടെ പറക്കി വെച്ചതിന് ശേഷം നമുക്ക് വേണ്ട അത് വേവിക്കാൻ വേണ്ടി വെക്കാം. അതിൻ്റെ മുകളിൽ കുറച്ചൊരു വെയിറ്റിന് നമുക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ലൊരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളമാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ആ ഇലയൊന്ന് വാടുന്ന ഒരു മണം വരുമ്പോൾ നമുക്ക് ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞ് വരുന്ന ഒരു മണം വരുമ്പോൾ നമുക്ക് തിരിച്ചിടാം. ഇതുപോലെ ചട്ടുകം വെച്ച് നമുക്ക് തിരിച്ചിടാം കേട്ടോ. തിരിച്ചിടുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ, നല്ലൊരു മണമാണ്. ഇതുപോലെ ഇത്രയും വാടിയാൽ മതി കേട്ടോ, നന്നായിട്ട് വേവും. അപ്പോൾ ഇത്രയും വാടിയ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് വീണ്ടും നമ്മൾ ആ പാത്രവും വെള്ളം കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 2 സൈഡും ഏകദേശം വാടി കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് എടുത്തൊരു പാത്രത്തിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇലയൊക്കെ പൊളിച്ച് തണുത്തതിന് ശേഷം ഇലയൊക്കെ പൊളിച്ച് നമുക്ക് ചായയുടെ ഒപ്പമോ അല്ലെങ്കിൽ ഈവനിങ്ങിനോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റോട്ടൊക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇല നന്നായിട്ട് തണുത്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇല പൊളിക്കാവൂ, ഇല്ലയെന്നുണ്ടെങ്കിൽ പണി കിട്ടും കേട്ടോ. ഇല അവിടെ ഇവിടെയൊക്കെ ഇതുപോലെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ആക്രാന്തം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചൂടാറുന്നതിന് മുന്നേ ഇത് ഇല പൊളിച്ചെടുത്തു കേട്ടോ. അതാണ്ട് നല്ല ചൂടോടുകൂടി നല്ലൊരു ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ചായപ്പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ രാത്രിത്തേക്കുള്ള ഫുഡാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. രാത്രി നമ്മൾ ഫുഡെന്ന് പറഞ്ഞാൽ ചോറ് തന്നെയാണ്. നമുക്ക് ഉച്ചക്കലത്തേന് അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും അമ്മയും അവിടെ പോയി കഴിച്ചു. മോളും അവിടെ പോയി കഴിച്ചു. മോള് കഴിക്കത്തില്ല, ചോറ് അവൾക്ക് വേണ്ടിയിട്ടാണ് വെക്കുന്നത് കേട്ടോ. ചോറിനകത്ത് ഇത്തിരി നെയ്യോ അല്ലെങ്കിൽ എണ്ണയൊക്കെ ഒഴിച്ച് അവൾക്ക് കൊടുക്കാറുണ്ട്. അപ്പം അച്ഛനെയും മോനെയൊക്കെ പറ്റിക്കാൻ വേണ്ടി അതൊന്നും പറ്റത്തില്ല. അവർക്ക് രാത്രി നല്ലോണം ആഹാരം വേണം. അപ്പോൾ അതിന് നമ്മൾ തട്ടുകട സ്റ്റൈൽ ചിക്കനാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറത്തോട്ട് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, നമ്മുടെ ഗരം മസാല, അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമുളക് പൊടിച്ചത്, പിന്നെ നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ അരിപ്പൊടിയാണ് കേട്ടോ, അരിപ്പൊടി, പിന്നെ അല്പം തൈര്, അല്പം വിനാഗിരി ഉണ്ടല്ലോ, വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതൊന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ നമുക്ക് ഗരം മസാല എടുക്കണം. പിന്നെ നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അല്പം ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇവിടെ ഒരു തട്ടുകടയുണ്ട്. തട്ടുകടയിൽ നമ്മൾ പോയി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ ആ ചേട്ടനോട് ചോദിച്ചാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ 2ാമത്തെ തവണയാണ് കേട്ടോ വീട്ടിലുണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി തിരുമ്മിയെടുക്കുക. നന്നായിട്ട് ഇങ്ങനെ തിരുമ്മിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കനിനകത്തോട്ട് വരയിടാം. അപ്പോൾ നമുക്ക് ഈ ചിക്കനിലോട്ട് ഇതെല്ലാം ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് പുരട്ടി കൊടുക്കണം. നന്നായിട്ട് പുരട്ടി ഒരു അരമണിക്കൂർ ഇങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനിൽ ഉപ്പും മുളകൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് തറയൊക്കെ ഒന്ന് തുടച്ചിടാം. തൂത്തുവാരി തറയൊക്കെ തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ തറ ഞാൻ ഇങ്ങനെ തുടയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, കുഞ്ഞിന് ചോറ് കൊടുക്കുന്ന സമയത്ത് ചോറ് ഇവിടെ വീഴാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചോറ് വീണുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ തറയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ഈ എച്ചിൽ തിന്നാനായിട്ട് പല്ലി വരും. പല്ലി വന്ന് അവിടെയൊക്കെ അപ്പിയിട്ട് വെക്കും. കുഞ്ഞ് വീണ്ടും അവിടെ നിന്ന് കളിക്കേണ്ടേയും തറയിൽ വീഴുന്ന ഫുഡൊക്കെ എടുത്തവൾ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തുടയ്ക്കുന്നത്. ഇങ്ങനെ ഉടച്ച് കഴിഞ്ഞാൽ വൃത്തിയാവും, നമുക്കൊരു സംതൃപ്തിയാണ് കേട്ടോ. എച്ചിലൊന്നും ഇല്ലല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ, പല്ലി വരത്തില്ലല്ലോ എന്നൊരു പേടിക്കേണ്ട. നമുക്ക് പല്ലി വന്നു കഴിഞ്ഞാൽ അപ്പിയിട്ട് വെക്കും, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ കുഴപ്പമില്ല, പല്ലി വരുന്നതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. പല്ലി ഒരു ഭീകര ജീവിയൊന്നും അല്ലല്ലോ. അപ്പം നമുക്ക് തറയൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കാം. അപ്പോൾ അവിടുത്തെ തൂപ്പും തുടപ്പമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഇവിടെ എനിക്ക് പണി തന്നിട്ടുണ്ട് കേട്ടോ. ചോറ് തിന്നതാണ്. ചോറ് തിന്നിട്ട് തൻ്റെ മോള് കാണിച്ചിട്ടിട്ട് പോയതാണ് കേട്ടോ. കുഞ്ഞാണ് അവൾ, 2 വയസ്സേ ഉള്ളൂ. അവളിങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നല്ല എന്നും ഇതുപോലെ തന്നെയാണ് കാണിക്കുക. അപ്പോൾ എന്നും തൂപ്പും തുടപ്പമാണ് ഇവിടുത്തെ എൻ്റെ പ്രധാന ജോലി കേട്ടോ. അപ്പോൾ അതാണ്ട് ഈ കസേര കാണുന്നുണ്ടെങ്കിൽ അവൾക്ക് ചോറ് വേണം. ഇതിൻ്റെ ആ ഒരു ടേബിളിൽ വെച്ച് അവൾക്ക് ചോറ് വേണം. ചോറ് കഴിക്കാനൊന്നും അല്ല, ചുമ്മാതെ ഇതുപോലെ വിതറിയിടാനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ആ റൂമിലും വിതറിയിടുന്നത്. അപ്പം വെള്ള ടൈലായതുകൊണ്ട് ഒന്നുകൂടെ പറ്റിയപിടിച്ചിരിക്കും കേട്ടോ. അപ്പം ഞാൻ അതാണ്ട് ഇതുപോലെ ഇവിടെയും ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഇത് അടുക്കളയാണ് കേട്ടോ. അടുക്കളയിൽ വീണ്ടും ഞാൻ ഹാളൊക്കെ തുടയ്ക്കുന്നതുകൊണ്ട് അടുക്കളയെ കൊണ്ടിരുത്തി ചോറ് കൊടുത്തിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഇനി ഒരു ജോലിയും കൊണ്ട് എന്തെങ്കിലും ഒരു കറി വെക്കണം കേട്ടോ. കറി വെക്കാൻ മറന്നുപോയി. ചിക്കൻ മാത്രമേ ഉള്ളൂ, ചിക്കൻ വറുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കിയിരിക്കുന്ന ചിക്കൻ ഒരു കറി പോലെ വെക്കാമെന്ന്. സിമ്പിളായിട്ടൊരു ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. അപ്പോൾ നന്നായിട്ട് ചിക്കൻ കറി വെക്കാൻ അറിയാവുന്നവരൊക്കെ ഓടിക്കോളൂ, ഒട്ടും അറിയാത്തവർ ഇങ്ങ് പോകുന്നുള്ളൂ കേട്ടോ. കുറച്ച് എണ്ണ ഒഴിക്കാൻ, എന്നിട്ട് അല്പം കടുകിടുക. കടുക് ഇട്ടില്ലെങ്കിലും സാരമില്ല, ഞാൻ കടുക് ഇടാറുണ്ട് കേട്ടോ. കടുക് മിക്ക കറികളിലും ഞാൻ കടുക് ചേർക്കാറുണ്ട്. കടുക് നല്ലതാണ് ശരീരത്തിന്, അതുകൊണ്ട് കേട്ടോ കടുകിട്ടതിന് ശേഷം അതിനകത്ത് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അപ്പോൾ നമ്മുടെ സവാള നമ്മൾ ചോപ്പറിൽ അരിഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുരുകുരാന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇടുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും കേട്ടോ. നന്നായിട്ട് വഴണ്ടി വരും സവാള പെട്ടെന്ന്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് അല്പം തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും അതുപോലെ തന്നെ
കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്ന സമയത്ത് തീ അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. തീ ഓഫ് ചെയ്തതിന് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ അല്പം മുളക് പൊടിക്ക് നല്ല എരിവുള്ളതാണ് കേട്ടോ. അല്പം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം മാത്രമേ ചേർത്തിട്ടുള്ളൂ, കുഞ്ഞിന് കൊടുക്കാൻ ഉള്ളതുകൊണ്ട് കേട്ടോ. കുഞ്ഞ് കുറച്ച് കഴിക്കും. അതിന് ശേഷം നമ്മൾ അല്പം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്തെടുക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ. ഞാൻ വേറെ ചിക്കൻ മസാലയൊന്നും ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല, ഗരം മസാലയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കും കേട്ടോ. വളരെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. പക്ഷേ എളുപ്പം സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം പ്രത്യേകിച്ച് ചിക്കൻ മസാല അതൊന്നും ഞാൻ ചേർക്കുന്നില്ല. ചിക്കൻ മസാല ചേർത്ത് ഞാൻ ചിക്കൻ വെക്കാറുണ്ട്, ഗരം മസാല ചേർത്തും വെക്കാറുണ്ട്. അപ്പം ഗരം മസാല ചേർത്ത് വെക്കുന്നതാണ് കേട്ടോ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം വേണ്ട ഇത് മൂന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ തീയൊക്കെ കത്തിച്ച് നന്നായിട്ട് ഇളക്കി ഈ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പോൾ കുക്കറിൽ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതൊരു 3 വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ട്. ചിക്കൻ ഇത്തിരി മുറ്റിയതാണെന്ന് തോന്നിയുകൊണ്ട് നമ്മൾ 3 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചിക്കൻ കറി വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ആ ചിക്കനകത്തോട്ട് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഗരം മസാല ഇത്തിരി ഉപ്പും കൂടി ഇട്ടാണ് വേവിക്കാൻ വെച്ചത്. ഒരു 3-2 വിസിൽ, 2 വിസിൽ തന്നെ മതിയാവും. ഇത്തിരി മുറ്റിയ ചിക്കൻ ആയതുകൊണ്ടാണ് 3 വിസിലടിച്ചത്. അതിനുശേഷം ഈ ഗ്രേവിയെല്ലാം നമ്മൾ വേണ്ട ആ ഒരു കുക്കറിലോട്ട് നമ്മൾ തട്ടിക്കുളഞ്ഞ് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചിക്കൻ കറി. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുകയാണ്ട് ഏട്ടൻ വന്നപ്പോൾ നല്ലൊരു കേക്കൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റായിരുന്നു ഈ ബർത്ത്ഡേ കേക്ക് എന്ന് പറഞ്ഞാൽ. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, അന്ന് 13-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്നെടുത്ത വ്ളോഗാണിത്. കുളിച്ച് നനച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഏട്ടൻ വരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കേക്കായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ എല്ലാ വട്ടവും 12 മണിക്കാണ് കേക്ക് മുറിക്കുക. എല്ലാ വട്ടം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം 12-ാം തീയതി വൈകിട്ട് രാത്രി 12 മണിക്കാണ് കേട്ടോ കേക്ക് മുറിക്കുക. അപ്പം തലേ ദിവസം എന്നോട് പറഞ്ഞായിരുന്നു ഈ വട്ടം കേക്കൊന്നും മുറിക്കുന്നില്ല, ഞാനൊന്നും വാങ്ങിയിട്ടില്ല നിനക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, ഇത്രയും പ്രായമായില്ല, ഇനി എനിക്കൊന്നും വേണ്ട, 15-ാം തീയതി കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അല്ലേ, അന്നേരം നമുക്കൊരു കേക്ക് മേടിക്കണം എന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വീട് വാങ്ങിച്ചു തന്നത് തന്നെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ടാണ് കേട്ടോ ഞാൻ കൂട്ടിയേക്കുന്നത്. അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട, അത് ഞാനിങ്ങനെ പറഞ്ഞു. എന്തായാലും എൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് താങ്ക്സ് ചേട്ടന്. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെ കുഞ്ഞിൻ്റെയും എൻ്റെ അനിയൻ്റെയും ഹസ്ബൻഡെയും ഒക്കെ കൂടെ ഇരുന്ന് ഇങ്ങനെ ഒരു നിമിഷം ആസ്വദിക്കാൻ പറ്റിയത് ഒരുപാട് നന്ദി ദൈവത്തിനോട് ഞാൻ പറയുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, ഉള്ളിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് വഴക്ക് പറഞ്ഞു ചേട്ടനെ. കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇപ്പോൾ വാങ്ങിയത്, മറ്റന്നാൾ വാങ്ങണ്ടേ, കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങണ്ടേ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറഞ്ഞിട്ടാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നത്. എങ്കിലും നമുക്ക് ജീവിതത്തിൽ ആസ്വദിക്കാൻ പറ്റുന്ന ചെറിയ നിമിഷങ്ങളാണെങ്കിൽ ഒരുപാട് സന്തോഷം ആസ്വദിക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.